BJP പ്രവർത്തകർ വോട്ടർമാർക്ക് പണം വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കണ്ണാടി മേഖലയിൽ പണം വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ദൃശ്യങ്ങൾ പകർത്തിയവരെ ഭീഷണിപ്പെടുത്തി BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. സച്ചിൻ വള്ളിക്കാട് വിവരങ്ങളുമായി ചേരുകയാണ്. സച്ചിൻ, നമ്മൾ നേരത്തെ കിറ്റും സാരിയും ഒക്കെ കൊടുക്കുന്നത് കണ്ട് ഇപ്പോൾ പണം തന്നെ വോട്ടർമാർക്ക് കൊടുക്കുന്നു. അതിന്റെ പച്ചയായ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിൽ ഭീഷണിപ്പെടുത്തുകയാണ്. അത് മറ്റാരുമല്ല, BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് ദൃശ്യങ്ങൾ പകർത്തിയവരെ ഭീഷണിപ്പെടുത്തുന്നതും. ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത്, തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത് എത്രമാത്രം ന്യായമായിട്ടുള്ള കാര്യമാണ്? അവിടെ നിന്നുമുള്ള വിവരങ്ങൾ. തീർച്ചയായും നിശബ്ദ പ്രചരണ ദിവസമാണ്. ഇത്തരത്തിൽ BJPയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമം നടന്നിട്ടുള്ളത്. പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ് പാലക്കാട് കണ്ണാടി പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പണം വിതരണം ചെയ്തത്. അതിന്റെ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിരിക്കുകയാണ്. അതാണ് ന്യൂസ് മലയാളം അടക്കം ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും കോൺഗ്രസ് പ്രവർത്തകരാണ് ഇത്തരത്തിൽ പണം നൽകുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് ദൃശ്യങ്ങൾ പകർത്തിയത്. അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഈ കോൺഗ്രസ് പ്രവർത്തകരെ അടക്കം ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങളും ഇതിലുണ്ട്. കാരണം അടിച്ചു പൊളിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഭീഷണി തന്നെയാണ് ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നും ഈ ദൃശ്യങ്ങൾ പകർത്തിയവർക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. മറ്റ് വലിയ രീതിയിലുള്ള ആക്രമണ ദൃശ്യങ്ങളും ഇതിൽ നിന്നും, അതായത് ദൃശ്യങ്ങൾ പകർത്തിയവർക്ക് നേരെ ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ദൃശ്യങ്ങൾ പകർത്തിയവരെ ഭീഷണിപ്പെടുത്തുകയും അതേപോലെ തന്നെ ഈ പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചതുമൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക്, പരാതികൾക്ക് കൊടുക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അല്പസമയത്തിനുള്ളിൽ കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ പ്രതികരണവും നമുക്ക് ലഭ്യമാവും. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടിയാണ് കണ്ണാടി പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം BJP പ്രവർത്തകർ വീടുകൾ കയറി സാരി അടക്കം വിതരണം ചെയ്തു എന്ന ആരോപണങ്ങളെല്ലാം ഉയർന്നിരുന്നു. ഇന്നലെ കൊട്ടിക്കലാശത്തിന്റെ സമയത്തടക്കം BJP പ്രവർത്തകർ, അതായത് കൊട്ടിക്കലാശത്തിന് പങ്കെടുത്തവരെല്ലാം ഒരേ നിറത്തിലുള്ള സാരിയെല്ലാം ഉടുത്തു വന്നത് വലിയ രീതിയിൽ കോൺഗ്രസിന്റെയും അതേപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെയും നേതാക്കളെല്ലാം ചർച്ചയാക്കിയിട്ടുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ പരസ്യമായി പണം വീടുകളിലെത്തി പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി ഉള്ള ശ്രമം BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് BJPക്കെതിരെ വരാൻ വേണ്ടി പോകുന്നത് എന്നാണ് കോൺഗ്രസ് നേതാക്കളും വ്യക്തമാക്കിയിട്ടുള്ളത്. വോട്ട് നൽകി പണം മേടിക്കാനുള്ള ഒരു ശ്രമമാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് കോൺഗ്രസ് നേതാക്കളും ആരോപിക്കുന്നത്. പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ആ സമയത്താണ് ഇത്തരത്തിൽ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനം ഉണ്ടായിരിക്കുന്നത്. സ്വാതി, സച്ചിനെതിരെ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ദൃശ്യങ്ങൾ പകർത്തിയവരെ ഭീഷണിപ്പെടുത്തി ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നതാണ്. സ്ഥാനാർത്ഥി തന്നെ ഭീഷണിപ്പെടുത്തുന്നു. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ ഒന്ന് കാണാം. ആ വീട്ടിൽ പൈസ കൊടുത്ത് അങ്ങനെ പൈസ കൊടുക്കുന്ന മോശം ആരുടെ കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുക്കുന്ന മോശമല്ലേ? വിലസം എന്താ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല. പൈസ കൊടുത്തില്ലേ? എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ. നിങ്ങൾ എന്താ പ്രതി? ഞങ്ങളുടെ വാർഡല്ലേ, ഞങ്ങളുടെ വാർഡല്ലേ, നിങ്ങളുടെ വാർഡ് എവിടെ നിങ്ങളുടെ തേങ്ങയിലെ നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ എന്താ നിങ്ങൾ എന്റെ മൊബൈലിൽ എന്റെ മൊബൈലിൽ നിങ്ങളെന്താ വിചാരിച്ചു? അതിലൊന്നും വേണ്ട. എന്റെ മൊബൈലിൽ അതൊന്നും നടക്കില്ല. എന്റെ കാര്യം കുട്ടി ബഹുമാനത്തോട് കാരണമാണ്. അങ്ങനെയല്ല പറഞ്ഞു. നിങ്ങൾ വന്നത് എന്റെ കാർഡ് എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാണ് ചെയ്തത്. നോക്കി മൊബൈൽ തട്ടിപ്പറിക്കാനാണ് നോക്കി. നിങ്ങൾക്ക് അത് ചെയ്യേണ്ട കാര്യമില്ല. ബഹുമാനം നമ്മൾ അങ്ങേയറ്റം ബഹുമാനമുള്ളതാണ്. അല്ല, നിങ്ങൾ ആദ്യം വന്നിട്ട് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. അങ്ങനെ മൊബൈൽ ആക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ.
നിങ്ങളടുത്ത് പറയാം ഇവൻ എങ്ങനെ എന്റെ ഫോട്ടോ എടുക്കും പറയും നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നല്ലോ വീഡിയോ എങ്ങനെ അതെങ്ങനെ ചേച്ചി നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത് നിങ്ങൾ എടുത്ത് വന്നിട്ട് ഇല്ലല്ലോ നിങ്ങൾ ആദ്യം എന്താ നിങ്ങൾ ആദ്യം മൊബൈൽ തട്ടിപ്പറിക്കണം നോക്കി ഇയാൾ എങ്ങനെ എന്റെ വീഡിയോ നിങ്ങൾ പൈസ കൊടുത്ത് തന്നിട്ടല്ലേ ചോദിച്ചത് നിങ്ങളോട് അല്ല നിങ്ങളപ്പോ അതിനോട് സംസാരിക്കും ചെയ്തോളി നിങ്ങൾ എന്താ ചെയ്തോളി സച്ചിൻ, എന്തൊരു ജനാധിപത്യ വിരുദ്ധമായ കാഴ്ചയാണ് ഈ കാണുന്നത് എന്നുള്ളതാണ്. വോട്ടിന് പണം നൽകുന്നു, അതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയപ്പോൾ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ തന്നെ ഇറങ്ങി വന്ന് അവരെ ഭീഷണിപ്പെടുത്തുന്നു. ശോഭാ സുരേന്ദ്രന്റെ ശരീരഭാഷയൊക്കെ അങ്ങേയറ്റം ഭീതി പരത്തുന്ന ഒരു ഫാസിസം ഏറെ നിറഞ്ഞിരിക്കുന്ന ശരീരഭാഷ തന്നെയാണ് അതിൽ കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. അവർ അങ്ങേയറ്റം ബഹുമാനം ഉണ്ട് എന്ന് ശോഭാ സുരേന്ദ്രനോട് പറയുമ്പോൾ എടാ പോടാ നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരെ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള BJP നേതാക്കൾ നേരിടുന്നത് എന്നും കാണാം. എന്തായാലും BJP വലിയ തരത്തിൽ പണം ഒഴുക്കുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് എന്നുള്ള ആരോപണം ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അതിനെ സാധൂകരിക്കുന്ന ഇത്രയും തെളിവുകൾ ഉണ്ടാകുന്നത്, തെളിവുകൾ വരുന്നത്, ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നത്. ഇത് ഏറെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. ഇതിൽ അവിടുത്തെ LDF UDF ക്യാമ്പിൽ നിന്നുള്ള പ്രതികരണമൊക്കെ ഏത് രീതിയിലാണ് ഈ ഒരു സമയത്ത്? തീർച്ചയായും ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇടത് വലത് മുന്നണികളുടെ ഭാഗത്ത് ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. അല്പസമയം മുൻപാണ് ഇതിന്റെ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുള്ളത്. കോൺഗ്രസ് പ്രവർത്തകരാണ് നിലവിൽ കണ്ണാടി മേഖലയിൽ ഇത്തരത്തിൽ BJPയുടെ ഭാഗത്തു നിന്നും പണം വിതരണം ചെയ്യുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് മൊബൈലിലടക്കം ഈ ദൃശ്യങ്ങൾ അടക്കം പകർത്തിയത്. അപ്പോഴാണ് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ പുറത്തിറങ്ങി വന്നിട്ട് അസഭ്യമായ ഈ ദൃശ്യങ്ങൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു, ഫോണുകൾ പിടിച്ചെടുക്കുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനം തന്നെയാണ് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പണം നൽകുന്ന പ്രായമായ അമ്മയ്ക്ക് പണം നൽകുന്നതിന്റെ ദൃശ്യങ്ങൾ അടക്കമാണ് ഈ പുറത്തുനിന്ന് വന്നവർ, അതായത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പകർത്തിയിട്ടുള്ളത്. രഹസ്യമായി അല്ല, ഇത്തരത്തിൽ പരസ്യമായി തന്നെ പണം നൽകുന്നു എന്നത് തന്നെയാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം വലിയ രീതിയിലുള്ള ആരോപണം BJPക്കെതിരെ ഉയർന്നതാണ്. സാരി അടക്കം വിതരണം ചെയ്യുന്നു എന്ന തരത്തിൽ. ഇന്ന് നേമത്ത് അടക്കം മദ്യവും പണവും ഒഴുക്കുന്നു എന്ന് CPM-ന്റെ LDF-ന്റെ ആരോപണം ഉന്നയിച്ചു. അതിന് പിന്നാലെ തന്നെയാണ് പാലക്കാടും ഇത്തരത്തിൽ BJPയുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് പുറത്തു വന്നിരിക്കുന്നത്. പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കുന്നു, പണം നൽകി വോട്ട് മേടിക്കുന്നു എന്ന തരത്തിലുള്ള പ്രവർത്തനത്തിലേക്ക്, ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനത്തിലേക്ക് തന്നെയാണ് BJP പോയിട്ടുള്ളത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മളെ ഏറെ ഞെട്ടിപ്പിക്കുന്നത് NDAയുടെ സ്ഥാനാർത്ഥിയുടെ വാക്കുകളാണ്. കാരണം സച്ചിൻ, ഇപ്പോൾ നമുക്ക് EN സുരേഷ് ബാബു കൂടി ചേരുകയാണ്.